കോട്ടയം തിരുവഞ്ചൂരിനടുത്ത് മന്ത്രവാദത്തിനിടെ യുവതിയെ ക്രൂര പീഡനങ്ങൾക്ക് വിധേയമാക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി യുവതിയുടെ ആൺ സുഹൃത്ത് അഖിലിന്റെ മാതാവ് സൗമിനിയാണെന്ന് പോലീസ് തിരിച്ചറിയുന്നു. സൗമിനി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സംഭവത്തിൽ തെളിവ് ശേഖരിച്ചത് യുവതി തന്നെയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. ടോബി, ഈ കാലത്തും ഈ ആഭിചാര ക്രിയയിലൊക്കെ ആളുകൾ കാര്യമായിട്ട് വിശ്വസിക്കുന്നുവെന്ന് തെളിയിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയ സംഭവമാണ് തിരുവഞ്ചൂരിൽ നടന്നത്. പറയൂ വിവരങ്ങൾ. തീർച്ചയായിട്ടും ഏവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വിവാദമായി തന്നെ ഈ വിഷയം മാറുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കാര്യത്തെക്കുറിച്ച് ഇന്നലെ ചർച്ച ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച്, പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അമ്മ, അതായത് ഈ സുഹൃത്തിന്റെ അമ്മയാണ് ഈ കൃത്യം നടത്തുന്നതിന് വേണ്ടി, ആഭിചാരക്രിയകൾ നടത്തുന്നതിന് വേണ്ടി മുന്നിൽ നിന്നത്. അവരാണ് ഓരോ കാര്യങ്ങൾ, ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഇത് ബാധകേറിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂജാരിയെ സമീപിക്കുന്നതും അയാളെ ഈ ആഭിചാരക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതും ഈ സൗമിനി എന്ന് പറയുന്ന സ്ത്രീയാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ട്. അവർ നിലവിൽ ഒളിവിലാണ്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവരാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. മുൻപും ഈ പൂജാരിയെ അല്ലെങ്കിൽ ഈ മന്ത്രവാദിയെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ പണമില്ലാതാകുമ്പോൾ പോലും ഇവരെ വിളിച്ച്, ഈ വ്യക്തിയെ വിളിച്ച് ഇങ്ങനെ വീട്ടിൽ പണമില്ല, അപ്പോൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഈ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അന്ധവിശ്വാസവും ഇതെല്ലാം ഇവരുടെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പ്രധാനമായിട്ടും അത് ചെയ്തിരുന്നത് ഈ സൗമിനി എന്ന് പറയുന്ന ഈ ആൺ സുഹൃത്തിന്റെ അമ്മയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ തന്നെയാണ് ഈ കേസിൽ ഒന്നാം പ്രതിയായി വരാനുള്ള സാധ്യതയുമുള്ളത്. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് പുറത്തേക്ക് വന്നത് ഈ പെൺകുട്ടി ഇതെല്ലാം തുറന്നു പറയാൻ തയ്യാറായത് കൂടിയാണ്. എന്തായാലും വീട്ടിൽ ഈ സംഭവത്തിന് ശേഷം ഈ പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് വന്നു. അതിനുശേഷം ഈ പെൺകുട്ടി തന്നെയാണ് വീണ്ടും ഈ വീട്ടിലേക്ക് ചെന്ന് ഈ സഹോദരിയുടെ കയ്യിൽ നിന്ന് ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി എടുക്കുന്നത്. അത് കാണാൻ വേണ്ടിയാണ്, എന്താണ് അന്ന് സംഭവിച്ചതെന്ന് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം ഈ സഹോദരിയുടെ കയ്യിൽ നിന്നും ഈ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തി എടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് അത് അച്ഛനോട് പറയുന്നതും ഈ ദൃശ്യങ്ങൾ കൈമാറുന്നത്. അങ്ങനെയാണ് ഇത് മണ്ണർകാട് പോലീസിന്റെ കൈകളിലേക്ക് എത്തുന്നത്. പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ പ്രതികളുടെയും പങ്ക് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ആ വീഡിയോ ദൃശ്യങ്ങളിലുള്ള സംഭാഷണം അടക്കം പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. എന്തായാലും 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ചുള്ള അപേക്ഷയും നൽകും. ഈ പൂജ ചെയ്തിരുന്നത് പണത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളൊരു വിവരം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. 6000 രൂപയോളം ഈ പൂജയ്ക്ക് വേണ്ടി ഇയാൾ വാങ്ങിയതായിട്ടുള്ള ഒരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.